ഹലോ ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാനൊരു കംപ്ലീറ്റ് പ്രൊഫഷണൽ ട്രേഡിംഗ് ഫ്രെയിംവർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സോ അത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനി ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ എനി മാർക്കറ്റിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ക്രിപ്റ്റോ ആണെങ്കിലും കമോഡിറ്റി ആണെന്നുണ്ടെങ്കിലും നമ്മുടെ മാർക്കറ്റിലേക്ക് വന്ന സ്റ്റോക്സ് ആണെങ്കിലും ഫ്യൂച്ചേഴ്സ് ആണെങ്കിലും ഓപ്ഷൻസ് ആണെങ്കിലും ഫോറക്സ് ആണെങ്കിലും എല്ലാത്തിന്റെയും അണ്ടർലൈൻ കോൺസെപ്റ്റ് സെയിം ആണ്. മാർക്കറ്റ് സ്ട്രക്ചർ സെയിം ആണ്. മാർക്കറ്റ് സ്ട്രക്ചറിന്റെ ലോജിക് കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യുന്നിടത്തോളം കാലം അസറ്റ് ക്ലാസ് ഏതാണെങ്കിലും കുഴപ്പമില്ല. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. സ്മാർട്ട് മണി കോൺസെപ്റ്റ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത്. ഈ പറഞ്ഞ സ്മാർട്ട് മണി കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ SMC പഠിക്കുന്ന എല്ലാവർക്കും ഒരു കോമൺ കംപ്ലൈന്റ് ഉണ്ട്. അതായത് ലിക്വിഡിറ്റി സ്വീപ്പ് എന്താണെന്ന് അറിയാം, ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് അറിയാം, അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്ന് അറിയാം. പക്ഷെ ട്രേഡ് എടുക്കുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ട്രേഡ് എടുക്കുമ്പോൾ ആ ഒരു പെർഫെക്റ്റ് റിഫൈൻഡ് എൻട്രി കിട്ടുന്നില്ല. അപ്പോൾ അവിടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്ററാക്ട് ചെയ്തപ്പോൾ എനിക്ക് മെന്റീസിന്റെ അടുത്താണെന്നുണ്ടെങ്കിലും ക്ലയൻസിന്റെ അടുത്താണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാം അറിയാം, പക്ഷെ പ്രോഫിറ്റ് കിട്ടുന്നില്ല. അതിന് കാരണം കോൺസെപ്റ്റ്സ് അറിയാം, പക്ഷേ ആ കോൺസെപ്റ്റ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, അത് ഏത് സീക്വൻസിലാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ശരിക്കും ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ ഞാൻ ഈ വീഡിയോ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇംഗ്ലീഷിൽ ചെയ്തിട്ടുണ്ട്. കാരണം കുറെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണത്. മലയാളത്തിൽ എത്ര നല്ല രീതിയിൽ എനിക്ക് അത് കൺവേർട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. നോർമലി ഞാൻ എല്ലാ സെഷൻസും ഇംഗ്ലീഷിലാണ് എടുക്കുന്നത്, ബട്ട് എന്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷൻ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഏത് കോൺസെപ്റ്റ് എങ്ങനെ യൂസ് ചെയ്യണം, ഏത് സീക്വൻസിൽ യൂസ് ചെയ്യണം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനി നിങ്ങൾ നല്ല രീതിയിൽ ഇംഗ്ലീഷ് മനസ്സിലാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ബെറ്റർ ആയിട്ട് ഇംഗ്ലീഷിൽ കാണുന്നതായിരിക്കും നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടാലും ടു മൈ ബെസ്റ്റ് ഐ വിൽ ഡു. ഓക്കെ, സോ ലിക്വിഡിറ്റി സ്വീപ്പ്, ഓർഡർ ബ്ലോക്ക്, ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇത് മൂന്നും സെപ്പറേറ്റ് കോൺസെപ്റ്റ്സ് അല്ല. അത് ശരിയായ ആ ഒരു ഓർഡറിൽ നമ്മൾ കമ്പൈൻ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ആ ഒരു റിഫൈൻഡ് എൻട്രി എന്ന് പറയുന്ന ഒരു ഹൈ പ്രോബബിലിറ്റി ഉള്ള ഒരു എൻട്രി ഫ്രെയിംവർക്ക് ആയിട്ട് മാറ്റാൻ പറ്റുന്നത്. സോ അത് നമുക്ക് ഈ വീഡിയോയിൽ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് മാർക്കറ്റ് സ്ട്രക്ചർ അല്ലെ, മാർക്കറ്റ് എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. മാർക്കറ്റിന് ഒരു ഒരു റിപ്പീറ്റിംഗ് സൈക്കിൾ ഉണ്ട് എപ്പോഴും. സാധാരണ ഒരു സീക്വൻസ് എങ്ങനെയാണ്, ആദ്യം മാർക്കറ്റിന് ഒരു ലിക്വിഡിറ്റി വേണം, ആ ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്യും. ആ ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്തത് ശേഷം ഒരു സ്ട്രോങ് ഡിസ്പ്ലേസ്മെന്റ് മൂവ് ഉണ്ടാവും, ഒരു ഇമ്പൾസ് മൂവ് ഉണ്ടാവും. നിങ്ങൾ ചില സമയങ്ങളിൽ ബ്രേക്ക് ഔട്ട്സ്, ബ്രേക്ക് ഡൗൺസ് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു മൂവ് ആയിരിക്കും ആ ഒരു സ്ട്രോങ് ഡിസ്പ്ലേസ്മെന്റ് മൂവ്. ചില സമയത്ത് അതൊരു റിയൽ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയിരിക്കും. ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് മൂവിന് ശേഷം മാർക്കറ്റ് എപ്പോഴും ഒരു 90% ഓഫ് ദ കേസിൽ റീട്രേസ്മെന്റ് ഉണ്ടാവും. സോ ഒരു പുൾ ബാക്ക് ഉണ്ടാവും. സോ ഞാൻ എപ്പോഴും എന്റെ മെന്റീസിന്റെ അടുത്ത് പറയുന്നത്, നിങ്ങൾ ബ്രേക്ക് ഔട്ടിനെ ചേസ് ചെയ്യരുത് ഒരിക്കലും. 90% ഓഫ് ദ കേസിൽ നിങ്ങൾക്ക് റീട്രേസ്മെന്റ് ഉണ്ടാവും. 10% അതിലും താഴെ ആയിരിക്കും ഡയറക്ട്ലി ഒരു ഇമ്പൾസ് ക്യാൻഡലിന് ശേഷം ഒരു ഫോളോ ത്രൂ കിട്ടുന്നത്. സോ അങ്ങനത്തെ ട്രേഡ് നിങ്ങൾ മിസ് ചെയ്താലും റെസ്റ്റ് ഓഫ് ദ 90%ൽ കിട്ടുന്ന ട്രേഡ്സ് പുൾ ബാക്കിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ, സ്റ്റോപ്പ് ലോസ് എടുത്താലും നിങ്ങൾക്കത് ചെറിയ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. റിസ്ക് റിവാർഡ് ആണെന്നുണ്ടെങ്കിലും ബെറ്റർ ആയിരിക്കും. സോ ആ ഒരു പുൾ ബാക്കിന് ശേഷം മാർക്കറ്റ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. സോ ഈ ഒരു 4 സീക്വൻസ് അല്ലെ, ആദ്യം ലിക്വിഡിറ്റി കളക്ട് ചെയ്യണം. അതിനുശേഷം ആ ബേസ്ഡ് ഓൺ ദാറ്റ് ലിക്വിഡിറ്റി ഒരു സ്ട്രോങ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും, നല്ലൊരു ഇമ്പൾസ് ക്യാൻഡിൽ വരാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ഒരു പ്രൈസ് റീട്രേസ്മെന്റ് അല്ലെങ്കിൽ പുൾ ബാക്ക് ഉണ്ടാവും. പിന്നെ ആ ഒരു മൊമെന്റം അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. സോ നോർമലി അപ്പൊ നമ്മൾ പുൾ ബാക്കിന് ശേഷം എപ്പോഴും ഞാൻ പറയുന്നുണ്ടല്ലോ, വെയിറ്റ് ചെയ്യുക 2B വാപ്പ് അല്ലെങ്കിൽ 20MA, അവിടെയൊക്കെ പുൾ ബാക്ക് വരുമ്പോൾ അവിടെ നിന്നാണ് ആ ഒരു ട്രെൻഡ് റെസ്യൂം ചെയ്യാനുള്ള അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. സോ പല ട്രേഡേഴ്സും മേക്ക് ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സ്ട്രോങ് ക്യാൻഡിൽ കണ്ട അതിന്റെ പിന്നാലെ പോയി ചേസ് ചെയ്ത് എൻട്രി എടുക്കും. അപ്പോ അത് മിക്കവാറും ട്രാപ്പ്. കാരണം ഇപ്പൊ ഇതാണ് ആ ഒരു ഇമ്പൾസ് ക്യാൻഡിൽ, നിങ്ങൾ ഇത് ബ്രേക്ക് ഔട്ട് ആണ് തെറ്റിദ്ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ 10% ആണ് ഇവിടുന്ന് ഡയറക്ട്ലി അപ്പൊ തന്നെ മൂവ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇവിടെ എടുക്കുന്നതിൽ 10% നിങ്ങൾക്ക് കേസസിൽ മാത്രമാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ട്രേഡ് കിട്ടുള്ളൂ. 90% പുൾ ബാക്ക് തരും. ആ പുൾ ബാക്കിൽ പലതും സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. അപ്പൊ ആ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇത്രയും ബിഗർ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. സോ ആ സ്റ്റോപ്പ് ലോസ് എടുക്കുന്ന ട്രേഡ് തന്നെ മോസ്റ്റ്ലി ഒരു 40% ഉണ്ടാവും. കാരണം 60% ഓഫ് ദ ബ്രേക്ക് ഔട്ട്സ് ഫെയിലിയർ ആയിരിക്കും. ഓക്കെ, സോ 60% ഓഫ് ദ ബ്രേക്ക് ഔട്ട്സും ഫെയിലിയർ ആയിരിക്കും. അപ്പൊ ഇതിൽ 60% സ്റ്റോപ്പ് ലോസ് ട്രേഡ്സ് ആയിരിക്കും. സോ ഇത് എല്ലാ എൻട്രി നിങ്ങൾ ആ ക്യാൻഡിൽ കണ്ട് ചേസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും ട്രിഗർ ചെയ്യാനുള്ളത്. റയർലി നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി അവിടെ നിന്ന് മൂവ് കിട്ടും, ചിലപ്പോൾ റീട്രേസ്മെന്റ് എടുത്തിട്ട് മൂവ് കിട്ടും. അപ്പൊ എപ്പോഴും ബെറ്റർ എന്താണ്, റീട്രേസ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കാരണം അതിൽ സ്റ്റോപ്പ് ലോസ് എടുത്താൽ പോലും റിസ്ക് റിവാർഡ് ബെറ്റർ ആയിരിക്കും. 40% സക്സസ് റേറ്റ് ഉണ്ടാവുകയാണെങ്കിൽ പോലും റിസ്ക് റിവാർഡ് ബെറ്റർ ആയിരിക്കും. ബട്ട് ഓൾവേസ് അങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ എപ്പോഴും റീട്രേസ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സോ സ്മാർട്ട് മണി അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് തുടങ്ങുന്ന സമയത്തല്ല, അതായത് ആ ഒരു ക്യാൻഡിൽ ഫോം ചെയ്ത് ഇമ്പൾസ് ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷമല്ല, റീട്രേസ്മെന്റ് വരുമ്പോഴാണ് നിങ്ങൾ എൻട്രി നോക്കേണ്ടത്. അതാണ് ഈ ഒരു ഫ്രെയിംവർക്കിന്റെ കോർ ഐഡിയ. സോ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതെങ്ങനെയാണ്, അതിന്റെ 3 ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്സ് എന്താണെന്നൊക്കെ ഞാൻ പറയാം.
സോ നമ്മുടെ അപ്രോച്ച് ഇതാണ്. ബ്രേക്ക്ഔട്ട് ആണെന്നുണ്ടെങ്കിൽ ബുള്ളിഷ് റൈറ്റ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇമ്പൾസ് ക്യാൻഡിൽ കിട്ടി, ആ ഒരു സ്ട്രോങ് ഡിസ്പ്ലേസ്മെന്റ് വന്നു, ഇമ്മീഡിയറ്റ്ലി ചേസ് ചെയ്യാതെ വെയിറ്റ് ഫോർ എ റീട്രേസ്മെന്റ്, പുൾ ബാക്ക്. അവിടെയാണ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോയിന്റ് ഓഫ് ബൈയിങ് കൂടുതൽ ഇനി ഒരു 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 മൊമെന്റം പിന്നെ വരാനുള്ള ചാൻസ് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. സോ 3 കോൺസെപ്റ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. 1 ലിക്വിഡിറ്റി സ്വീപ്പ്, 2 ഓർഡർ ബ്ലോക്ക്, 3 ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ടേംസിൽ ഇംബാലൻസ് എന്ന് പറയാം. മാർക്കറ്റിൽ ഒരു ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ബാലൻസ് ആക്കാൻ നോക്കും. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ആക്കാൻ നോക്കും. ഒരു ഡിസിക്വിലിബ്രിയം സൊസൈറ്റിയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇക്വിലിബ്രിയത്തിലേക്ക് വരാൻ നോക്കും, അല്ലെ? ഡിമാൻഡ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരു ഡിസിക്വിലിബ്രിയം വന്നു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയത്തിലേക്ക് വരും. എൻറ്റയർ ഡിമാൻഡ് സപ്ലൈ കോൺസെപ്റ്റ് ഇസ് ബേസ്ഡ് ഓൺ ദാറ്റ്. ഒരു ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ ബാലൻസിലേക്ക് വരും. അതാണ് ലൈഫ് ലെസൺ അല്ലെങ്കിൽ മാർക്കറ്റ് ലെസൺ. എല്ലായിടത്തും അത് അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് കോൺസെപ്റ്റ്സ് നോക്കാം. അതായത് ലിക്വിഡിറ്റി സ്വീപ്പ്. ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രൈസ് ഒരു പ്രീവിയസ് ഹൈന്റെ മേലേക്കോ അല്ലെങ്കിൽ പ്രീവിയസ് ലോന്റെ താഴേക്കോ, ഫസ്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ 9 o'clock എഴുന്നേറ്റ് വന്നിട്ട് 9:15 മുമ്പിലിരിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. നമ്മൾ കുറച്ച് പ്രീ മാർക്കറ്റ് അനാലിസിസും അതിന്റെ ഒരു പ്രിപ്പറേഷൻസ് നടത്തും. മെയിൻ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ലോ മാർക്ക് ചെയ്യും, അല്ലെ? ഇമ്പോർട്ടന്റ് ലെവൽസ് ആണത്. ആ ഒരു സ്വിംഗ് ഹൈസ് അല്ലെങ്കിൽ സ്വിംഗ് ഹൈ ലോ മാർക്ക് ചെയ്യും. അപ്പൊ അതിന്റെ മേലേക്കോ അതിന്റെ താഴേക്കോ ഒരു പ്രൈസ് ഒന്ന് മൂവ് ചെയ്യണം, അല്ലെ? അങ്ങനെ ഒരു മൂവ് സംഭവിക്കുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? ആക്ച്വലി റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ, സോ ഇവിടെ ഹൈന്റെ മേലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ പേര് ഇവിടെ ഷോർട്ട് ചെയ്യും നെക്സ്റ്റ് ഡേ വരുമ്പോൾ, അല്ലെ? ഇവിടെ ഹൈ ആയിരുന്നു, ഇത് റെസിസ്റ്റൻസ് ആയിരിക്കും വിചാരിച്ച് ഷോർട്ട് ചെയ്യും. സോ ആ ഷോർട്ട് ചെയ്ത ട്രേഡേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്യും. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ്ലി ഷോർട്ട് ആയിട്ടുള്ള ട്രേഡേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്യും. കോൾ സെൽ ചെയ്തേക്കുന്നവരുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്യും. പുട്ട് ബൈ ചെയ്തേക്കുന്നവരുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്യും. ഫ്യൂച്ചേഴ്സ് സെൽ ചെയ്തേക്കുന്നവരുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്യും. അതുപോലെ അത് ബ്രേക്ക് ഔട്ട് ആണെന്ന് വിചാരിച്ച് പുതിയ ആൾക്കാർ എൻട്രി എടുക്കും, റൈറ്റ്? പുതിയ ലോങ് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യും, പുതിയ പുട്ട് സെല്ലിംഗ് ക്രിയേറ്റ് ചെയ്യും, പുതിയ ലോങ് എൻട്രി ഓൺ ഫ്യൂച്ചേഴ്സിൽ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ പെൻഡിങ് ഓർഡേഴ്സ് അവിടെ ആക്ടിവേറ്റ് ചെയ്യും. ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് എൻട്രി എടുക്കുന്നു, സ്റ്റോപ്പ് ലോസ് ട്രേഡേഴ്സ് വരുന്നു. സോ ഇതെല്ലാം ചേർത്തിട്ട് മാർക്കറ്റിൽ ഒരു ഹ്യൂജ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യും ആ ഒരു ഏരിയയിൽ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത് ആ ഒരു ഏരിയ ആണ് ലിക്വിഡിറ്റി ഈസ് ഹൈ. സോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിന് വലിയ പൊസിഷൻസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ആ ലിക്വിഡിറ്റി ആവശ്യമാണ്. അല്ലാതെ അതിനിടയിലുള്ള മാർക്കറ്റ് ചെറിയ ചെറിയ റേഞ്ചിൽ ട്രേഡ് ചെയ്യുമ്പോൾ ലിക്വിഡിറ്റി ഭയങ്കര കുറവായിരിക്കും. സോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ഇൻട്രസ്റ്റഡ് അല്ല ഏരിയയിൽ. കാരണം എന്താണ്? ബൈ സെൽ ആ ഒരു എക്സിക്യൂഷൻ ഗ്യാപ്പ് ചിലപ്പോൾ കൂടുതലായിരിക്കും. ലിക്വിഡിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബൈ പ്രൈസ് അല്ലെങ്കിൽ ആസ്ക് പ്രൈസ്, ബിഡ് പ്രൈസ് തമ്മിലുള്ള ഡിഫറൻസും കൂടുതലായിരിക്കും. സോ ലിക്വിഡിറ്റി ഉള്ള ഏരിയയിലായിരിക്കും കൂടുതലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ഇൻട്രസ്റ്റഡ് ആവുന്നത്. സോ ആ ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ടാകുന്ന ഏരിയ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സോ നിങ്ങൾക്ക് ആ ഏരിയ മനസ്സിലായി. അതുകൊണ്ടാണ് എപ്പോഴും ബ്രേക്ക് ഔട്ട് എന്ന് തോന്നുന്ന പല മൂവും പിന്നീട് റിവേഴ്സ് ചെയ്യുന്നത്. ആ ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ കഴിഞ്ഞു മോസ്റ്റ് ഓഫ് ദ ടൈം. അപ്പൊ ലിക്വിഡിറ്റി സ്വീപ്പ് നമ്മളോട് പറയുന്നത് അവിടെ എൻ്റർ ചെയ്യാനല്ല. അതെന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് മാർക്കറ്റ് ഒരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് ഇനി ഒരു ഡിസിഷൻ ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ, ഇനി ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞാൽ എന്താണ് നോക്കേണ്ടത്? ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞാൽ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം അവിടെ ലിക്വിഡിറ്റി വന്നിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻ്റർ ആയിട്ടുണ്ട്. സോ അവിടെ ഒരു ഇമ്പൾസീവ് മൂവ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ ഇമ്പൾസീവ് മൂവ് എവിടെ നിന്നാണ് തുടങ്ങിയത്? ആ തുടങ്ങിയ പോയിന്റ് ആണ്, ആ ഒറിജിൻ ആണ് ഓർഡർ ബ്ലോക്ക്. സോ നെക്സ്റ്റ് കോൺസെപ്റ്റ് എനിക്ക് പറയാനുള്ളത് ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞാൽ ഓർഡർ ബ്ലോക്ക്. അതെനിക്ക് ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു വലിയ ബൈയിങ് അല്ലെങ്കിൽ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഏരിയ, അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരു ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിൽ ആണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇമ്പൾസീവ് മൂവ് വരുന്നത്. നമുക്കത് ക്യാൻഡിൽ ബേസ് എടുക്കാം, റേഞ്ച് ബേസ് എടുക്കാം. ഓക്കെ, സോ പ്രൈസ് ഒരിക്കൽ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര വോളിയത്തിൽ മൂവ് ചെയ്തു, പിന്നീട് നമ്മൾ ആ ഒരു സമയത്തേക്ക് റീട്രേസ് ചെയ്യുന്ന അതേ ഏരിയയിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസ് കൂടുതലാണ്. ആ ഒരു ഏരിയ ആണ് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ പ്രൈസ് ഒരു നല്ല സ്ട്രോങ് ഏരിയയിലേക്ക് സ്ട്രോങ് മൂവ് തന്നു, പിന്നെ അത് അങ്ങോട്ടേക്ക് തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് POI എന്നായിരിക്കും. ഞാൻ ചിലപ്പോൾ ഇനി അല്ലെങ്കിൽ നമ്മുടെ മെന്ററിംഗ് സെഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറയുന്നത് POIയിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഓർഡർ ബ്ലോക്ക് എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു മൂവ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്, ആ ഇമ്പൾസീവ് ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് അല്ലെങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റ് ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്, ആ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് POI അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ ഒരു വെയിറ്റിംഗിലാണ് നിങ്ങൾക്ക് ബെസ്റ്റ് ട്രേഡ് കിട്ടുന്നത്. ഇനി അതിന്റെ പോയിന്റും കൂടി അടുത്ത കോൺസെപ്റ്റിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം, അതാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. പക്ഷെ ഇപ്പൊ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഓർഡർ ബ്ലോക്ക് എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്നായി ഇമ്പൾസ് തുടങ്ങുന്നതിന് മുമ്പുള്ള മുഴുവൻ റേഞ്ച് മാർക്ക് ചെയ്യുക, അതിനേക്കാളും ബെറ്റർ ആയിട്ട്. കാരണം നമ്മൾ ഇൻട്രാഡേ ട്രേഡേഴ്സ് ആണ്, നമ്മൾ ഓപ്ഷൻ ബയേഴ്സ് ആണ് കൂടുതലും ഈ ആൾക്കാർ കേൾക്കുന്നതെന്ന് തോന്നുന്നു. ഇവൻ സെല്ലേഴ്സ് ആണെങ്കിലും ഓപ്ഷൻസിലാണെങ്കിൽ നമ്മൾ ഇൻട്രാഡേ ആണെന്നുണ്ടെങ്കിൽ മോർ ദാൻ റേഞ്ച് ബെറ്റർ നമുക്ക് ആ ഒരു ക്യാൻഡിൽ എടുക്കാം, അല്ലെ? സോ മൂവ് ആരംഭിച്ച ഒരു എക്സാക്ട് ക്യാൻഡിൽ മാത്രം മാർക്ക് ചെയ്യുക. ആ ക്യാൻഡിൽ മതി നമുക്ക് ആ യുനോ
രണ്ടും മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാം. ഒന്നെങ്കിൽ റേഞ്ച് ബേസ്ഡ് അല്ലെങ്കിൽ ക്യാൻഡിൽ ബേസ്ഡ്, രണ്ടും ഫോളോ ചെയ്യാണ്ടിരിക്കുക. കൺസിസ്റ്റന്റ് ആയിട്ട് ഒരെണ്ണം ഫോളോ ചെയ്യുക. സോ ട്രേഡ് അനുസരിച്ചിട്ട് മെത്തേഡ് മാറ്റിയാൽ നിങ്ങളുടെ കൺസിസ്റ്റൻസി പോകും. സോ അതൊരിക്കലും ചെയ്യരുത്. ക്യാൻഡിൽ എടുക്കുക. സോ നമുക്ക് എന്ത് മനസ്സിലായി? ഇമ്പോർട്ടന്റ് ലെവൽസിൽ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നു. ആ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നപ്പോൾ ഒരു സ്ട്രോങ് ഡിസ്പ്ലേസ്മെന്റ് വന്നു. ആ ഒരു ക്യാൻഡിൽ നമുക്ക് എടുക്കാം. ആ ക്യാൻഡിലിൽ റീട്രേസ് ചെയ്യുന്നതാണ് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ ആ ക്യാൻഡിലിന്റെ ഒറിജിൻ ആണ് നമുക്ക് ഓർഡർ ബ്ലോക്ക്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഫെയർ വാല്യൂ ക്യാപ്. ഇതാണ് അഗെയിൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്സ്. ചില സമയങ്ങളിൽ നമുക്ക് ആ ഗ്യാപ്പ് കിട്ടും, ചില സമയങ്ങളിൽ ഗ്യാപ്പ് കിട്ടില്ല. ഗ്യാപ്പ് കിട്ടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ റിഫൈൻഡ് എൻട്രി കിട്ടും. ഗ്യാപ്പ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ ഒരു സെറ്റപ്പിലേക്ക് പോകേണ്ടി വരും. രണ്ട് സിനാരിയോ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇതാണ് മൂന്നാമത്തെ കോൺസെപ്റ്റ്, ഫെയർ വാല്യൂ ഗ്യാപ്പ്. സിമ്പിൾ ആയിട്ട് ഇതിന് ഇംബാലൻസ് എന്ന് പറയും. സോ നോർമൽ മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? സ്ലോലി അല്ലെ, ഒരു അപ്പ് സൈഡ് ഡൗൺ സൈഡ്, ഒരു ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്ത് അടുത്ത ക്യാൻഡിൽ അവിടെ തന്നെ ഓപ്പൺ ചെയ്യും. പക്ഷെ ചിലപ്പം അഗ്രസീവ് ബൈങ് അല്ലെങ്കിൽ സ്ട്രോങ് സെല്ലിംഗ് പ്രഷർ, ബൈങ് പ്രഷർ വരുമ്പോൾ എന്ത് സംഭവിക്കും? പ്രൈസ് വളരെ അഗ്രസീവ് ആയിട്ട് ജമ്പ് ചെയ്യും. സോ ഒരു ക്യാൻഡിൽ ചിലപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശക്തമായ ഡിമാൻഡ് ഉള്ളതോടെ അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്നത് ചിലപ്പോൾ ഹൈ പ്രൈസിലായിരിക്കും. ആ ബിഡ് ആസ്ക് പ്രൈസിന്റെ ഡിഫറൻസ് ഉണ്ടാവും. സോ ക്യാൻഡിലിന്റെ ഇടയിൽ ഒരു ഇൻഎഫിഷ്യന്റ് ഏരിയ ക്രിയേറ്റ് ചെയ്യും. അതാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതിന് കാരണം എന്താ? എക്സസ് ഡിമാൻഡ് അല്ലെങ്കിൽ എക്സസ് സപ്ലൈ കാരണമാണ്. ബുള്ളിഷ് സെനാരിയോയിൽ എക്സസീവ് ഡിമാൻഡ് ആയിരിക്കും, ബെയറിഷ് സെനാരിയോയിൽ എക്സസീവ് സപ്ലൈ കാരണമായിരിക്കും. അപ്പൊ നമുക്ക് അവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് മാർക്കറ്റിന് എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ട്. മാർക്കറ്റിനല്ല, നമ്മുടെ ലൈഫിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ സൊസൈറ്റിയിലാണെങ്കിലും ഒരു ഡിസിക്വിലിബ്രിയം വന്നു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം ഉണ്ടാവും. ഒരു ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ അത് ബാലൻസിലേക്ക് ആക്കണം, റൈറ്റ്? സോ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്താൽ പിന്നെ ആ ഏരിയ റീവിസിറ്റ് ചെയ്ത് അത് ബാലൻസ് ചെയ്യുക എന്നുള്ളത് മാർക്കറ്റിന്റെ ഒരു ടെൻഡൻസിയാണ്. അതായത് ഒരു ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് ഫിൽ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റ്. സോ നമ്മളിപ്പോ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നു, ഫസ്റ്റ് കണ്ടീഷൻ. രണ്ട് ഓർഡർ ബ്ലോക്ക് നമുക്ക് മനസ്സിലായി, പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. അവിടെ നമുക്ക് ഓർഡർ ബ്ലോക്കിനുള്ളിൽ നമുക്ക് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞല്ലോ ഇത്രയും കാര്യങ്ങളിൽ റീട്രേസ്മെന്റ് നടക്കുന്നത് ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് യുവർ ബെസ്റ്റ് എൻട്രി. ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, ഇല്ല എന്നുണ്ടെങ്കിൽ ഓർഡർ ബ്ലോക്കിന്റെ ആ ഒരു ഏരിയ തന്നെയാണ് എൻട്രി. ബിലോ ദാറ്റ് വിൽ ബി യുവർ സ്റ്റോപ്പ് ലോസ്. ആ ഒരു കേസിൽ കുറച്ചും കൂടി ബെറ്റർ ലാർജർ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ അതിന്റെ ആയിരിക്കും നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. ഇനി ഈ മൂന്ന് കോൺസെപ്റ്റും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഭയങ്കര സിമ്പിൾ ആണ്. ലിക്വിഡിറ്റി സ്വീപ്പ് എന്താണ് പറയുന്നത്? എവിടെയായിരുന്നു ട്രാപ്പ്? ട്രാപ്പ് എവിടെയായിരുന്നു എന്ന് പറയും അല്ലെ? അതുപോലെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയും നിങ്ങളുടെ അടുത്ത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെയാണ് എൻട്രി എടുത്തത്? കാരണം അവിടെയാണ് നിങ്ങൾക്ക് ആ ഒരു ഇമ്പൾസീവ് ക്യാൻഡിൽ അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ഡിസ്പ്ലേസ്മെന്റ് ക്യാൻഡിൽ കിട്ടിയത്. ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താ പറയുന്നത്? പ്രിസൈസ് എൻട്രി എവിടെ കിട്ടും? ഓർഡർ ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിനിടയിൽ എവിടെയെങ്കിലും ആയിരിക്കും എന്റെ എൻട്രി. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെ വേണമെങ്കിലും ആവറേജിങ് ചെയ്യാം, അവിടെ റീ എൻട്രി ചെയ്യാം. പക്ഷെ ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ ബെസ്റ്റ് എൻട്രി, പ്രിസൈസ് എൻട്രി അവിടെ കിട്ടും. ഇതാണ് മെയിൻ ഫ്രെയിംവർക്ക്. സോ ലിക്വിഡിറ്റി സ്വീപ്പ്, ഓർഡർ ബ്ലോക്ക്, ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇതാണ് നിങ്ങളുടെ എൻട്രി ക്രൈറ്റീരിയ. ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ, സപ്പോസ് ബുള്ളിഷ് ട്രേഡ് ആണ്, എനിക്ക് ആദ്യം എന്താ വേണ്ടത്? ഒരു മാർക്കറ്റ് സ്ട്രക്ചർ നോക്കുക, ഓവറോൾ ട്രെൻഡ് ബുള്ളിഷ് ആണോ നോക്കുക, അല്ലെങ്കിൽ ബെയറിഷ് ആണോ നോക്കുക. സോ ബുള്ളിഷ് ആണ്. ഹയർ ടൈം ഫ്രെയിം എന്താണ് പറയുന്നത് നോക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരിക്കലും ട്രേഡ് എടുക്കരുത്, ഓഫ് കോഴ്സ്. ഓക്കെ, സോ ഹയർ ടൈം ഫ്രെയിമിൽ എന്താണ് നോക്കുന്നത്? സിമിലർലി നിങ്ങളുടെ ഇൻട്രാഡേയിൽ ലോവർ ടൈം ഫ്രെയിമിൽ എന്താണ് എടുക്കുന്നത്? ഇനി അടുത്തത് നോക്കേണ്ടത് എന്താണ്? ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ടായിട്ടുണ്ടോ നോക്കുക. ഈക്വൽ ഹൈസ്, ഈക്വൽ ലോസ്, അല്ലെങ്കിൽ സ്വിംഗ് ഹൈസ്, പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ലോ, ഇത് ഇവിടെയൊക്കെ ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടുണ്ടോ? സ്വീപ്പ് ഇല്ലെങ്കിൽ ട്രേഡ് ഇല്ല. സ്വീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ട്രേഡ് ഉള്ളത്. കാരണം അവിടെയാണ് നിങ്ങൾക്ക് ആ ഡിസ്പ്ലേസ്മെന്റ് ക്യാൻഡിൽ കിട്ടുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻ്റർ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. സ്വീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രേഡ് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് റീട്രേസ്മെന്റിൽ ട്രേഡ് എടുക്കാം, ജമ്പ് ചെയ്തെടുക്കരുത്. സ്വീപ്പ് ഇല്ല എങ്കിൽ ട്രേഡ് ഇല്ല, അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി തേർഡ് സ്റ്റെപ്പ് എന്താണ്? ആ ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോങ് ഡിസ്പ്ലേസ്മെന്റ് മൂവ് കിട്ടും. ആ മൂവ് ഐഡന്റിഫൈ ചെയ്യുക. അത് ആരംഭിച്ച പ്ലേസ്, അതിന്റെ ഒറിജിൻ, അതാണ് നിങ്ങളുടെ ഓർഡർ ബ്ലോക്ക്. അവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻ്റർ ആയിരിക്കുന്നത്. അവർക്ക് ആവശ്യമുള്ള ലിക്വിഡിറ്റി കിട്ടി, അവരവിടെ എൻട്രി ആയി. മനസ്സിലായല്ലോ? കാരണം എന്താണ്? റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ സ്റ്റോപ്പ് ലോസസും പുതിയ എൻട്രീസും എല്ലാം കൂടി അവിടെ വരുന്നുണ്ട്, ഇൻഎഫിഷ്യന്റ് ഏരിയ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിനുശേഷമാണ് നിങ്ങൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടോ ഇല്ലയോ നോക്കുക. ആ ഒരു ഇമ്പൾസ് സമയത്ത് ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാലൻസ് ആക്കാനായിട്ട് തിരിച്ചു വരും. അവിടെയാണ് നിങ്ങളുടെ ആക്യുറേറ്റ് റിഫൈൻഡ് എൻട്രി. ഇനി ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ലെങ്കിലോ? ഓർഡർ ബ്ലോക്ക് തന്നെ എൻട്രി, അതിന്റെ താഴെ സ്റ്റോപ്പ് ലോസ്. ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ എൻട്രി, അതിന് താഴെ സ്റ്റോപ്പ്. സിമ്പിൾ ആണ്. ഇനി അടുത്തത് പേഷ്യൻസ്. ഒരിക്കലും പ്രൈസ് ചേസ് ചെയ്യരുത്. പ്രൈസ് തിരിച്ച് ഓർഡർ ബ്ലോക്കിലേക്കോ, ഇനി ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്കോ വരുന്നതായിട്ട് വെയിറ്റ് ചെയ്യുക. സോ 3 സെനാരിയോ ഉണ്ട്. ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ടാവുക, ഓർഡർ ബ്ലോക്ക് മനസ്സിലാക്കുക, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവുക. ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കുറെ കൂടി ആക്യുറേറ്റ് എൻട്രി കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഓർഡർ ബ്ലോക്കിൽ തന്നെ നിങ്ങൾ എൻട്രി എടുക്കുന്നത്. ഓർഡർ ബ്ലോക്കിലേക്കോ അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്കോ പ്രൈസ് തിരിച്ചു വരുന്ന വരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു പേഷ്യൻസ് ആണ് ആക്ച്വലി മാർക്കറ്റ് നിങ്ങൾക്ക് റിവാർഡ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, നോളജ് ഒന്നുമല്ല. നിങ്ങൾക്ക് ഈ പേഷ്യൻസ് ഉണ്ടോ ഇല്ലയോ?
പേഷ്യൻസ് ഇല്ലെങ്കിലും ചില ട്രേഡ്സ് വർക്ക് ചെയ്യും. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി ഓപ്പണിംഗിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ, പക്ഷേ മിക്ക സമയത്ത് നിങ്ങളെ ട്രാപ്പ് ആക്കും, ഇവഞ്ച്വലി നിങ്ങൾ ലോസിലായിരിക്കും. പക്ഷെ ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പോസിറ്റീവ് ആയിരിക്കും, നിങ്ങൾ പ്രോഫിറ്റബിൾ ആയിരിക്കും. ഇങ്ങനെയാണ് പ്രൊഫഷണൽസ് ട്രേഡ് ചെയ്യുന്നത്. പ്രോബബിലിറ്റി മനസ്സിലാക്കുക. ഇനി എൻട്രി എങ്ങനെ എടുക്കുന്നത്? നിങ്ങൾ അഗ്രസീവ് ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഓഫ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എത്തി ഉടനെ തന്നെ എൻട്രി എടുക്കുക. ക്യാൻഡിൽ ഒന്നും ഫോം ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. സ്റ്റോപ്പ് ലോസ് അതിന് തൊട്ട് താഴെ വെക്കുക. ടാർഗറ്റ് ഒരു കുറഞ്ഞത് ഒരു 1:2 എങ്കിലും വെക്കുക. ആൻഡ് ദെൻ യു ട്രെയിൽ ഇറ്റ്. കൺസർവേറ്റീവ് ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ കുറെ കൂടി കൺഫർമേഷൻ വെയിറ്റ് ചെയ്യാം. ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്നിട്ട് ഒരു റിവേഴ്സൽ ഇൻഡിക്കേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഇന്റേണൽ സ്ട്രക്ചറിൽ ഷിഫ്റ്റ് വരുന്നുണ്ടോ, ബുള്ളിഷ് കൺഫർമേഷൻ കുറച്ചും കൂടി ഉണ്ടോ, അല്ലെങ്കിൽ പാരിഷ് ട്രേഡ് ആണെങ്കിൽ പാരിഷ് കൺഫർമേഷൻ ഉണ്ടോ, കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക. അത് കുറച്ചുകൂടി കൺസർവേറ്റീവ് അപ്രോച്ച് ആണ്. ബിഗിനേഴ്സിന് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള അപ്രോച്ച് ആണ്. സോ ഈ ഒരു ഇനി ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20 MA VWAP ആ ഏരിയാസ് നോക്കാം, നമുക്ക് കൂടുതലായിട്ടും കിട്ടുന്നതാണ്. ഓക്കെ, ഇനി ഓർഡർ ബ്ലോക്കിന്റെ ഉള്ളിൽ തന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് കുറെ കൂടി സ്ട്രോങ്ങർ സെറ്റപ്പ് ആണ്. അതാണ് ഏറ്റവും ഐഡിയൽ സെറ്റപ്പ്. കാരണം ഇൻസ്റ്റിറ്റ്യൂഷണൽ ലൊക്കേഷനും അതുപോലെ മാർക്കറ്റ് ഇംബാലൻസും എൻട്രി റിഫൈൻമെന്റും എല്ലാം ഒരുമിച്ച് ഒരേ സ്ഥലത്ത് അലൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പ്രോബബിലിറ്റി കൂട്ടും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കേണ്ടത്, ട്രേഡ് എടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത്. ഇനി ഒരു ബുള്ളിഷ് എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്കറ്റ് ബുള്ളിഷ് ആയിരിക്കണം, പ്രീവിയസ് ലോന്റെ താഴെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ക്രിയേറ്റ് ചെയ്യണം, അതിനുശേഷം സ്ട്രോങ് ആയിട്ട് ഒരു ബുള്ളിഷ് മൂവ് വരണം, ഓർഡർ ബ്ലോക്ക് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം, അതിന്റെ ഉള്ളിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവണം അല്ലെ, ഉണ്ടെങ്കിൽ ബെറ്റർ ആണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഓർഡർ ബ്ലോക്ക് തന്നെയാണ്. പ്രൈസ് വീണ്ടും റീട്രേസ് ചെയ്ത് ഒന്നുകിൽ ഓർഡർ ബ്ലോക്കിലേക്ക്, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വരണം, അവിടെ നിങ്ങൾ എൻട്രി എടുക്കണം. സ്റ്റോപ്പ് ലോസ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് താഴെ, ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ഓർഡർ ബ്ലോക്കിന് താഴെ. അറ്റ്ലീസ്റ്റ് 1:2 റിസ്ക് റിവാർഡ് ആൻഡ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്. ഇതാണ് ഒരു ക്ലാസിക് ടെക്സ്റ്റ് ബുക്ക് സെറ്റ്. ഇത് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾ ഡെഫിനറ്റ്ലി പ്രോഫിറ്റബിൾ ആയിരിക്കും. ബെയറിഷ്നെസ് ആണെങ്കിലും അതേ ലോജിക് തന്നെയാണ്. ഡിഫറൻസ് എന്താണ്? ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ, റൈറ്റ്? പ്രീവിയസ് ഹൈന്റെ മുകളിൽ ഒരു ലിക്വിഡിറ്റി കളക്ഷൻ ഉണ്ടാവണം, സ്ട്രോങ് ബെയറിഷ് ഡിസ്പ്ലേസ്മെന്റ് ക്യാൻഡിൽ വരണം, ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യണം, ഫെയർ വാല്യൂ ഗ്യാപ്പ് നോക്കണം, റീട്രേസ്മെന്റ് വെയിറ്റ് ചെയ്യണം, സെയിം എൻട്രി ലോജിക് സെയിം തന്നെയാണ്. ഇനി ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇംബാലൻസ് ഉണ്ടാവണമെന്നില്ല. ഈ പറഞ്ഞ ലിക്വിഡിറ്റി സ്വീപ്പും ഓർഡർ ബ്ലോക്ക് എല്ലാം നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ ട്രേഡ് എടുക്കണ്ട എന്നല്ല, മറ്റതിന്റെ അത്രയും പ്രോബബിലിറ്റി ഇല്ല, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഓർഡർ ബ്ലോക്കിൽ നിന്ന് എൻട്രി എടുക്കാം, പക്ഷേ സ്റ്റോപ്പ് ലോസ് കുറച്ച് വൈഡർ ആയിരിക്കും. അത്രേ ഉള്ളൂ, വേറെ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇതിൽ കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പലരും വിചാരിക്കുന്നത് ലിക്വിഡിറ്റി സ്വീപ്പ് കണ്ടു ഇമ്മീഡിയറ്റ്ലി ട്രേഡ് ചെയ്യാന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു സഡൻ ഡിസ്പ്ലേസ്മെന്റ് ക്യാൻഡിൽ കണ്ടു ഇമ്മീഡിയറ്റ്ലി ട്രേഡ് ചെയ്യാന്നുള്ളത്. അതൊരിക്കലും ചെയ്യരുത്. അല്ലെന്നുണ്ടെങ്കിൽ ഓർഡർ ബ്ലോക്ക് കണ്ടു ട്രേഡ് ഇമ്മീഡിയറ്റ്ലി, അതൊരിക്കലും ചെയ്യരുത്. അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടു ട്രേഡ്, അങ്ങനെയല്ല. അതിന്റെ അപ്പുറവും പിന്നെയും നിങ്ങൾ കുറച്ചും കൂടി നോക്കണം. കോൺടെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എപ്പോഴും നോക്കേണ്ട കാര്യങ്ങളുണ്ട്. അതായത് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഇതാണ് ബിഫോർ യു ടേക്ക് എ ട്രേഡ്. ലിക്വിഡിറ്റി സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഏരിയാസിലാണോ ഉണ്ടായിട്ടുള്ളത്? അതായത് പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ലോ, നോട്ട് എനിവെയർ എൽസ്. അല്ല, ഇമ്പോർട്ടന്റ് ഏരിയാസിലാണോ അല്ലോ? ആ ഡിസ്പ്ലേസ്മെന്റ് ക്യാൻഡിൽ സ്ട്രോങ് ആണോ അല്ലോ? അതോ കംപ്ലീറ്റ്ലി റിജക്റ്റഡ് ആയോ? അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒറിജിൻ തന്നെയാണോ? അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായത് ഓർഡർ ബ്ലോക്കിന്റെ ഉള്ളിലാണോ? ആ ഒരു ക്യാൻഡലിന്റെ ഉള്ളിലാണോ? അല്ലെങ്കിൽ വലിയ കാര്യമില്ല. ആ ഒരു സ്റ്റോറി, ആ ഒരു സൈക്കിൾ മൊത്തം കംപ്ലീറ്റ് ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾ ആ ഒരു ട്രേഡ് കൺസിഡർ ചെയ്യേണ്ടത്. അല്ലാതെ ചുമ്മാ പാറ്റേൺ നോക്കി മാത്രം ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പേഷ്യൻസ് ആണ്. മാർക്കറ്റ് മൂവ് ചെയ്ത ശേഷം ഓടിക്കേറി പോയി ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആ ഒരു പ്രീ ഡിഫൈൻഡ് ഏരിയാസിലേക്ക് പ്രൈസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു പേഷ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതാണ് ബേസിക്കലി ആ പ്രൊഫഷണൽ ട്രേഡിംഗ് എന്ന് പറയുന്നത്. സോ ഹൈ ക്വാളിറ്റി ട്രേഡ് എന്ന് ഞാൻ പറയുന്നത് കൂടുതൽ നമ്പർ ഓഫ് പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്ത് കൂടുതൽ ട്രേഡ് എടുക്കുന്നതിലല്ല. കുറച്ച് ട്രേഡ് ആയിരിക്കും, പക്ഷെ ആ ഒരു ട്രേഡിന്റെ പ്രോബബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് ഇത്രയും 3 കാര്യങ്ങൾ. ഇത് 3 സെപ്പറേറ്റ് കോൺസെപ്റ്റ്സ് അല്ല. ലിക്വിഡിറ്റി സ്വീപ്പ്, ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇത് 3 ചേർന്ന ഒരു കംപ്ലീറ്റ് ട്രേഡിംഗ് ഫ്രെയിം വർക്ക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 3 അലൈൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ എക്സ്ട്രീംലി ഹയർ പ്രോബബിലിറ്റി ആണ്. പേഷ്യൻസ് വിൽ റിവാർഡ് ദെയർ. ചില സമയത്ത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവണമെന്നില്ല, ബട്ട് ഈവൻ ദെൻ യു വിൽ ട്രൈ ഇഫ് ദ കോണ്ടെക്സ്റ്റ് ഇസ് കറക്റ്റ്. ഓക്കെ, സോ ലിക്വിഡിറ്റി സ്വീപ്പ് നമ്മളോട് ലിക്വിഡിറ്റി എവിടെയാണ് കളക്ട് ചെയ്തതെന്ന് പറയും. ഓർഡർ ബ്ലോക്ക് നമ്മളുടെ അടുത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെയായിരുന്നു ആക്റ്റീവ് ആയതെന്ന് പറയും. ഫെയർ വാല്യൂ ഗ്യാപ്പ് ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള ഒരു എൻട്രി സോൺ തരും. സോ ഇതെല്ലാം മാർക്കറ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിം ബയസ് അല്ലെങ്കിൽ സ്ട്രോങ് ഡിസ്പ്ലേസ്മെന്റ്, പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ്, ഇവയൊക്കെ ആയിട്ട് നിങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് മാർക്കറ്റ് ആയിക്കോട്ടെ, ഏത് ഇൻസ്ട്രുമെന്റ് ആയിക്കോട്ടെ, ഫോറക്സ് ആയിക്കോട്ടെ, സ്റ്റോക്ക് ആയിക്കോട്ടെ, ഇൻഡെക്സ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, കമോഡിറ്റീസ്, ക്രിപ്റ്റോ, ഏതാണെങ്കിലും സിസ്റ്റമാറ്റിക് ആയിട്ട് ഹൈ പ്രോബബിലിറ്റി സെറ്റപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളൊന്ന് ട്രൈ നോക്കൂ, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യൂ.
സോ ഇതെല്ലാം നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ ലേൺ ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ കോൺസെപ്റ്റ്സ്, ഇത് മാത്രമായിരിക്കില്ല, പല കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് നമ്മുടെ ടീമായിട്ട് കോൺടാക്ട് ചെയ്യാം, ലൈവ് മാർക്കറ്റ് സെഷൻസിൽ ജോയിൻ ചെയ്യാം. ഇംഗ്ലീഷ് ആയിരിക്കും, മലയാളം ഉണ്ടാവില്ല, ബട്ട് സിമ്പിൾ ഇംഗ്ലീഷ് ആയിരിക്കും. ഓക്കെ, സീ യു ദേർ.